സിന്ധു കൃഷ്ണ സ്വന്തം അമ്മയെ നോക്കുന്നില്ല. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാറിൻ്റെ വൈഫ് സിന്ധു കൃഷ്ണ സ്വന്തം അമ്മയെ നോക്കുന്നില്ല എന്നതാണ് പുതിയ ആരോപണം. ഇതിനു മുമ്പ് അവരുടെ ഇളയ മകളുടെ ഒരു കോൺട്രവേഴ്സി വന്നിരുന്നല്ലോ. ഇപ്പോൾ സിന്ധു കൃഷ്ണയുടെയാണ്. സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകൾ കാനഡയിലാണ്. അവർ അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർ ഇപ്പോൾ നാട്ടിൽ വരാനുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. ആ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിന്ധു കൃഷ്ണ അവരുടെ അമ്മയെ മര്യാദയ്ക്ക് നോക്കുന്നില്ല എന്നതാണ്. അവർ പറയുന്നത് സിന്ധു കൃഷ്ണ അപ്പൂപ്പനെ നോക്കിയിരുന്നില്ല, ഇപ്പോൾ അമ്മൂമ്മയെ നോക്കുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് അവർക്ക് കാനഡയിൽ നിന്നും വരേണ്ടി വന്നത് എന്ന്. ഈ അമ്മൂമ്മയുടെ ഒരു വീഡിയോ കോൾ ഒക്കെ പുറത്തു വന്നിരുന്നു. ആ വീഡിയോയിൽ അമ്മൂമ്മയാണ് പറയുന്നത് സിന്ധു കൃഷ്ണ നോക്കുന്നില്ലെന്നും ഒരു ഫോൺ പോലും വിളിക്കാറില്ലെന്നുമൊക്കെ. അപ്പൂപ്പനെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെച്ചിരുന്നു. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോവും. അവർക്ക് പൈസ കൊടുത്തിരുന്നത് ആ കാനഡയിൽ നിന്നും വന്ന തൻവി എന്ന കുട്ടിയാണെന്നാണ് പറയുന്നത്. ഇതിലെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കറിയത്തില്ല. തൻവി ഇട്ട ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ആണ് രസം. തൻവി സ്വത്തടിച്ചു മാറ്റാനുള്ള പ്രഹസനമാണ് കാണിക്കുന്നത് എന്നും മെറ്റേണിറ്റി ലീവിന് വേണ്ടി വന്നതാണെന്നുമാണ് അതിനകത്ത് മൊത്തം പറയുന്നത്. കാനഡയിൽ മെറ്റേണിറ്റി ലീവിന് 1 വർഷം വരെ ശമ്പളം കിട്ടും. അപ്പോൾ കുറച്ച് നാൾ അമ്മൂമ്മയുടെ കൂടെ വന്ന് നിന്നിട്ട് സ്വത്തടിച്ചു മാറ്റാനുള്ള സ്നേഹപ്രകടനമായിട്ടേ ഇതിനെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് കമൻറ്റ് ബോക്സ് നിറയെ. ഇതിന് മറുപടിയുമായി അഹാന രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ അഹാന പറയുന്നത് തൻവി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നാണ്. തൻവിയുടെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം അഹാനയുടെ അമ്മ സിന്ധു കൃഷ്ണയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ വിമർശനങ്ങളാണ് വരുന്നത്. ഇതോടെയാണ് തങ്ങളുടെ ഭാഗം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അഹാന രംഗത്ത് വന്നിരിക്കുന്നത്. അഹാന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോയിലുള്ള കാര്യം ചെറുതായിട്ടൊന്ന് പറയാം. അതായത് അഹാന പറയുന്നത്, ഇന്നലെ എൻ്റെ കസിൻ ഒരു വീഡിയോ ഇട്ടു. മനഃപൂർവ്വമാണോ അല്ലയോ എന്നറിയില്ല. അത് ഞങ്ങളെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. നിങ്ങൾ സത്യത്തിൽ വിശ്വസിച്ച് നിശബ്ദരായിരിക്കാൻ അച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്. ഇതാദ്യമായല്ല ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പലരും കള്ളം പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ അമ്മയാണ്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടുംബത്തിൽ നടക്കുന്ന ഡ്രാമ സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യുന്നത് ചീപ്പാണ്. പുതിയ വ്ലോഗിനുള്ള കണ്ടൻ്റ് ആയല്ലോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരല്ല. തൻവിയെ കുഞ്ഞായപ്പോൾ മുതൽ കാണുന്നതാണ്. കൊച്ചുകുട്ടി പിച്ചും പേയും വന്നിരുന്ന് പറയുന്ന രീതിയിലാണ് അമ്മ അതിനെ കണ്ടത്. നാട്ടുകാരെന്തായാലും 2 മാസം കൂടുമ്പോൾ അമ്മയെ വില്ലനായി ചിത്രീകരിച്ച് തെറി വിളിക്കുന്നത് പതിവാണ്. എന്നാൽ അമ്മയെ ഇങ്ങനെ പറയുന്നത് കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു കുടുംബവും പെർഫെക്റ്റ് അല്ല. എല്ലാ കുടുംബത്തിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. ഞങ്ങളും അമ്മൂമ്മയും തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാതായതും അപ്പൂപ്പൻ മരിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. 2025 ഒക്ടോബർ 31 അപ്പൂപ്പൻ മരിക്കുന്നത്. ഇഷാനിയുടെ ബർത്ത്ഡേക്ക് 1 ദിവസം മുമ്പ്. അമ്മൂമ്മയുമായി വലിയ പ്രശ്നമുണ്ടായത് കൊണ്ടാണ് ബർത്ത്ഡേക്ക് അവർ വരാതിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും അമ്മൂമ്മയെ കാണുന്നത് അപ്പൂപ്പൻ മരിക്കുന്ന ദിവസമാണ്. അമ്മൂമ്മ വളരെ പ്രോബ്ലമാറ്റിക്കാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ അമ്മ വളരെ നല്ല അമ്മയാണ്. അമ്മയ്ക്ക് ആ സ്നേഹം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ചെറുപ്പം തൊട്ട് അമ്മൂമ്മ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്കറിയാം. പോട്ടെ, അമ്മൂമ്മയല്ലേ എന്ന് ഞങ്ങൾ വിചാരിക്കും. കുട്ടിക്കാലത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളല്ലാതെ മുതിർന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഗ്രാൻഡ് പേരൻസ് തന്നിട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതുമില്ല. അപ്പൂപ്പൻ നല്ല ആളായിരുന്നു. അമ്മൂമ്മ എപ്പോഴും പ്രശ്നക്കാരി. അടി നടക്കും, പിന്നെ വീണ്ടും ശരിയാകും. അപ്പൂപ്പന് വയ്യാതായപ്പോൾ അമ്മൂമ്മയുടെ സ്വഭാവം വല്ലാതെ മോശമായി. അപ്പൂപ്പന് ഹോം നേഴ്സ് ഇല്ലാതെ പറ്റില്ലായിരുന്നു. ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയത് ഞങ്ങളാണ്. വൃത്തിഭ്രാന്താണ് അമ്മൂമ്മയ്ക്ക്. പ്രശ്നങ്ങൾ കാരണം ഹോം നേഴ്സുമാർ മാറിക്കൊണ്ടിരുന്നു. അപ്പൂപ്പൻ്റെ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞാണ് ഞങ്ങളും അമ്മൂമ്മയും തമ്മിൽ തെറ്റുന്നത്. അമ്മൂമ്മയുടെ എന്നല്ല,
ഒരു മനുഷ്യൻ്റെയും വായിൽ നിന്നും വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് അമ്മൂമ്മ പറഞ്ഞു. അന്ന് ഞങ്ങളെല്ലാം അമ്മൂമ്മയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. അമ്മയുടെ സഹോദരിയും, അതായത് ഈ തൻവിയുടെ അമ്മയും അമ്മൂമ്മയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്നൊക്കെയാണ് അഹാന ആ വീഡിയോയിൽ പറയുന്നത്. അഹാനയുടെ ഈ ഒരു വീഡിയോ വന്നതോടുകൂടി തൻവിക്ക് ചീത്തവിളി കേൾക്കാൻ തുടങ്ങി. കാരണം ആളുകൾക്ക് മനസ്സിലായി തൻവി റീച്ചിന് വേണ്ടി ചെയ്തതാണ് ഇതൊക്കെയെന്ന്. പിന്നെ അമ്മൂമ്മയെ കൊണ്ടുള്ള വീഡിയോ അത് നേരത്തെ പറഞ്ഞ് പറയിപ്പിച്ചതാണ് എന്നും നല്ലതുപോലെ മനസ്സിലാകും. അമ്മൂമ്മയുടെ സ്വഭാവം തൻവിക്കും നല്ലതുപോലെ അറിയാവുന്നതാണ്. എന്തായാലും അഹാനയും കുടുംബത്തെ സമ്മതിക്കണം. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ആ കുടുംബത്തിന് നടന്നിട്ടും അവർ ഒന്നും വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അത് വെച്ച് റീച്ച് ഉണ്ടാക്കിയേനെ. അമ്മൂമ്മ പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് അഹാന പറയുന്നല്ലോ ആ വീഡിയോയിൽ. അതിൻ്റെ എല്ലാം തെളിവുകൾ അഹാനയുടെയും എല്ലാവരുടെയും കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് എങ്ങനെ പുറത്തുവിടും, നാണക്കേടല്ലേ എന്നാണ് അഹാന ചോദിക്കുന്നത്. ശരിയാണ്, വയസ്സാവുമ്പോൾ ചില അമ്മൂമ്മമാർ അങ്ങനെയാണ്. അവർ പറയുന്നതും ചെയ്യുന്നതും ഒന്നും അവർക്ക് ഓർമ്മ കാണില്ല. എന്തായാലും തൻവി ചെയ്തത് ഇച്ചിരി കൂടിപ്പോയി. പണത്തിനും റീച്ചിനും വേണ്ടി കൂടെ നിന്നിരുന്ന സഹോദരങ്ങളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കാൻ നിൽക്കരുതായിരുന്നു. കാരണം അവരായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാനും എല്ലാ കാര്യത്തിനും സഹായിച്ചതും. അവസാനം പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മിക്ക ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹായിക്കണം.